എൽ.ഡി.എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് അന്തിമാനുമതി നൽകാമെന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇതോടെ തുരങ്കപാത നിർമ്മാണത്തിനുള്ള അവസാന കടമ്പയും മറികടന്നു. ഏപ്രിൽ 15ഓടെ തുരങ്കപാത നിർമ്മാണം ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുക. നേരത്തെ ഉള്ള ഒരു ദുർഘടമായിട്ടുള്ള സ്ഥിതി നമുക്കറിയാം. നമ്മുടെ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാം. അതിനൊരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് 2020 ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് നടന്ന തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് 2024 ഒക്ടോബർ മാസം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. 2023 ജൂലൈ മാസത്തിൽ ആരംഭിച്ച് 2024 ജൂലൈ മാസത്തിൽ അവസാനിച്ചതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ എല്ലാ പഠനങ്ങളും പൂർത്തീകരിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന യോഗത്തിലാണ് കൃത്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാമെന്ന വിദഗ്ധ സമിതി ശുപാർശ നൽകിയത്. ഇതോടെ തുരങ്കപാത നിർമ്മാണത്തിനുള്ള അവസാന കടമ്പയും കടന്നു. ഉരുൾപൊട്ടൽ മേഖലയിലൂടെ കടന്നുപോകുന്ന തുരങ്കത്തിന്റെ ആശങ്കയും ചൂണ്ടിക്കാണിക്കുന്ന സമിതി 25 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. തുരങ്കപാത നിർമ്മാണം പരിസ്ഥിതിലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് നിർമ്മാണം നടത്തണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും വേണം. ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന 4 പേരടങ്ങുന്ന വിദഗ്ധ സമിതി രൂപീകരിക്കുക. അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3.057 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തുക എന്നിവയും നിർദ്ദേശത്തിലുണ്ട്. ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിൽ നിർമ്മാണം നടത്തുക. ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കുക എന്നിങ്ങനെ പോകുന്നു മറ്റ് നിർദ്ദേശങ്ങൾ. ഇവിടെ പരിസ്ഥിതി ആഘാത പ്രശ്നം വരുന്നില്ല. കാരണം തുരങ്കമാണ്. നമ്മൾ റോഡുണ്ടാക്കി പാറ പൊട്ടിച്ച് കാട്ടിനുള്ളിലൂടെ റോഡുണ്ടാക്കുന്നില്ല. തുരന്ന് ഇപ്പുറത്തുനിന്ന് കാട്ടിൽ നിന്നല്ല തുറക്കുന്നത്. കാടിന് പുറത്തുനിന്ന് തുറന്ന് കാട് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. അതിന് എൻട്രൻസും എൻട്രിയും ഒക്കെ വരുന്നത് സ്വകാര്യ സ്ഥലത്താണ്. ആ സ്വകാര്യ സ്ഥലമെല്ലാം സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു മലയുടെ തുറന്നു കൊണ്ടുപോയി അവിടെ യാതൊരു തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും വരുന്നില്ല. അവിടുത്തെ ജീവജാലങ്ങൾക്കോ അവിടുത്തെ മൃഗങ്ങൾക്കോ അവിടെയുള്ള എന്തെങ്കിലും മരങ്ങൾക്കോ നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതിൽ വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2134 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ വ്യവസ്ഥകളെല്ലാം പാലിക്കുമെന്ന് കരാർ കമ്പനികൾ ഉറപ്പു നൽകിയതിനാൽ പരിസ്ഥിതി അതോറിറ്റിയുടെ രേഖാമൂലമുള്ള അനുമതി ലഭിക്കുന്നതോടെ തുരങ്കപാത നിർമ്മാണം ഏപ്രിൽ 15ഓടെ ആരംഭിക്കാനാണ് സർക്കാർ നീക്കം. ന്യൂസ് മലയാളം, കോഴിക്കോട്.